ഈ ഡോക്യുമെന്റ്സ് ഞാൻ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഈ കഴിവ് എന്ന ലൈഫ് സ്കിൽ അക്കാഡമിയുടെ വലിയ ആശയങ്ങളില്ലേ, അതിനേക്കാളൊക്കെ എന്നെ കൂടുതൽ ആകർഷിച്ചത് അതിലെ ഫോക്കസ് എന്നൊരു ചെറിയ ആശയമാണ്. കാരണം ശ്രദ്ധയില്ലായ്മ അത് നമ്മുടെ എല്ലാം ഒരു പ്രധാന പ്രശ്നമാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, പക്ഷെ ഒന്നിലും മുഴുവനായിട്ട് അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റില്ല. ശരിയാണ്. അപ്പോ നിങ്ങൾ തന്ന ഈ മെറ്റീരിയലില് ഇതിനൊരു നല്ല പരിഹാരമുണ്ടെന്ന് എനിക്ക് തോന്നി. അതെ, കഴിവ് മുന്നോട്ട് വെക്കുന്നത് ജീവിതത്തിന്റെ A to Z എന്നൊക്കെ പറയുന്ന ഒരു വലിയ ക്യാൻവാസ് ആണ്. അതെ അതെ. യോഗ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജീവിത നൈപുണ്യങ്ങൾ, അങ്ങനെ എല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ പാക്കേജ്. പക്ഷേ ഈ വലിയ ആശയങ്ങൾ കേൾക്കാൻ നല്ല രസമാണല്ലേ? പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തും എന്നൊരു സംശയം വരാം. കൃത്യം അവിടെയാണ് എനിക്കും കൗതുകം തോന്നിയത്. ജീവിതകാലം മുഴുവൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഒരു സമയത്ത് ഒന്നിൽ മാത്രം ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോ എങ്ങനെയാണ് അവർ ഈ വലിയ ആശയത്തെ ഇത്ര ചെറിയ പ്രായോഗികമായ പാഠങ്ങളാക്കി മാറ്റുന്നത്? അവിടെയാണ് നിങ്ങളുടെ ആ വീഡിയോ ബുക്കിലെ ഫോക്കസ് എന്ന ചട്ടക്കൂട് വരുന്നത്. ഓക്കെ. ഒരു വലിയ മല കയറാൻ നമ്മൾ ഓരോ ചുവടുകളായി വെക്കുന്നത് പോലെ വലിയ ജീവിത ലക്ഷ്യങ്ങൾ നേടാനുള്ള ചെറിയ പ്രായോഗികമായ സ്റ്റെപ്പുകളാണ് അവർ പറഞ്ഞു തരുന്നത്. അതിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട്. ഫിക്സേഷൻ, ഓർഗനൈസേഷൻ, കോൺസെൻട്രേഷൻ, അണ്ടർസ്റ്റാൻഡിംഗ്, പിന്നെ സസ്റ്റൈനബിലിറ്റി. ശരി, അപ്പൊ നമുക്ക് അതിലെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് തുടങ്ങാം. എഫ്, അതായത് ഫിക്സേഷൻ. ഇത് കേൾക്കുമ്പോൾ സാധാരണ ലക്ഷ്യം വെക്കുന്നത് പോലെ ഉണ്ടല്ലോ. എന്താണ് ഇതിലെ ഒരു പുതുമ? പുതുമ അതിന്റെ ആ ഒരു വ്യക്തതയിലാണ്. നന്നായി പഠിക്കണമെന്നൊരു പൊതുവായ ആഗ്രഹമല്ല ഫിക്സേഷൻ. അല്ല, പകരം ഈ വരുന്ന പരീക്ഷയില് കണക്കിന് 90% മാർക്ക് നേടണമെന്ന് കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യത്തില് മനസ്സിനെ ഉറപ്പിക്കുന്നതിനെയാണ് ഇവർ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓഹോ. ലക്ഷ്യം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം നമ്മുടെ തലച്ചോറിന് അതിലേക്ക് എത്താനുള്ള വഴി കണ്ടെത്താൻ എളുപ്പമാകും. എനിക്കിത് കേൾക്കുമ്പോ ഓർമ്മ വരുന്നത് പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്ന സമയമാണ്. പുസ്തകം മുന്നിലുണ്ടാകും, പക്ഷെ മനസ്സ് 100 കാര്യങ്ങൾ ആലോചിച്ച് എവിടെയൊക്കെയോ അങ്ങ് പോകും. സാധാരണമാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോ ഒരു പേജ് പോലും വായിച്ചു തീർന്നിട്ടുണ്ടാവില്ല. ഈ പറയുന്ന ഫിക്സേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണതല്ലേ? തീർച്ചയായും അതാണ് പ്രശ്നം. ലക്ഷ്യം വ്യക്തമായാൽ പിന്നെ അടുത്ത പടിയിലേക്ക് കടക്കാം. ഓക്കെ. അതാണ് Oയും Cയും, അതായത് ഓർഗനൈസേഷൻ, പിന്നെ കോൺസെൻട്രേഷൻ. ലക്ഷ്യത്തിലേക്കുള്ള വഴിയെ ചെറിയ ടാസ്കുകളായിട്ട് വിഭജിക്കുക, എന്നിട്ട് ഓരോന്നിലും പൂർണ്ണമായി ശ്രദ്ധിക്കുക. പക്ഷേ അവിടെയല്ലേ പ്രധാന വെല്ലുവിളി, പ്രത്യേകിച്ചും ഈ സ്മാർട്ട് ഫോൺ നോട്ടിഫിക്കേഷനുകളുടെ കാലത്ത്. ശരിയാണ്. ജോലി സംബന്ധമായ മെസ്സേജുകൾ വന്നാൽ നോക്കാതിരിക്കാനും പറ്റില്ല. ഇതിനെ എങ്ങനെ മറികടക്കാം? അതിന് ഇവർ നിർദ്ദേശിക്കുന്ന ഒരു വഴിയുണ്ട്. പൊമോഡോറോ ടെക്നിക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതായത് ഒരു 25 മിനിറ്റ് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പൂർണ്ണമായി വിശ്രമിക്കുക. ഇത് നമ്മുടെ തലച്ചോറിന് ഒരു ചെറിയ റീസെറ്റ് ബട്ടൺ പോലെയാണ്. വീണ്ടും ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ സഹായിക്കും. ഇതിലെ C ഫോർ കോൺസെൻട്രേഷൻ എന്ന ഭാഗത്ത് അവർ പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. എന്താണത്? മൾട്ടി ടാസ്കിംഗ്. അതായത് ഒരേ സമയം പല ജോലികൾ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ 40% വരെ കുറയ്ക്കും എന്നൊരു പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ ഒരേ സമയം 2 ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോഴും സത്യത്തിൽ നമ്മൾ 2ലും പകുതി ശ്രദ്ധ പോലും കൊടുക്കുന്നില്ല. കൃത്യം. നമ്മുടെ തലച്ചോറ് ശരിക്കും ഒരു സിംഗിൾ കോർ പ്രൊസസർ പോലെയാണ്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഓരോന്നിലേക്കും മാറി മാറി ശ്രദ്ധിക്കുകയാണ്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുമല്ലേ? അതെ, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ഓരോ തവണ ഇങ്ങനെ മാറുമ്പോഴും നമ്മൾ ഊർജവും സമയവും ഒരുപോലെ നഷ്ടപ്പെടുത്തുന്നു. ഈ പറയുന്ന FOC ഒക്കെ കേൾക്കാൻ നല്ലതാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മളിൽ പലരും തുടങ്ങി വെച്ച പല കാര്യങ്ങളും പാതി വഴിയിൽ നിർത്തുന്നവരാണ്. ആ ഒരു പ്രചോദനം എങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ച് ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായും. അവിടെയാണ് അവസാനത്തെ 2 അക്ഷരങ്ങളായ Uവും Sഉം വരുന്നത്. U ഫോർ അണ്ടർസ്റ്റാൻഡിംഗ്. അതായത് എന്തിനാണ് നിങ്ങൾ ഈ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആ വൈ വളരെ പ്രധാനമാണ്. പിന്നെ വരുന്നത് S ഫോർ സസ്റ്റൈനബിലിറ്റി ആണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓരോ ചെറിയ വിജയം നേടുമ്പോഴും അത് സ്വയം ആഘോഷിക്കുക. ഇത് തുടക്കത്തിലെ ആ ഒരു ആവേശം നഷ്ടപ്പെടാതെ
മുന്നോട്ട് പോകാൻ ഒരുപാട് സഹായിക്കും. അപ്പൊ ഈ സസ്റ്റൈനബിലിറ്റി എന്നത് ഒരു പ്രൊജക്ട് തീരുന്നത് വരെ മാത്രമല്ല, അല്ലല്ല, കഴിവ് പറയുന്ന പോലെ ജീവിതകാലം മുഴുവൻ ഈ ശീലം തുടരുന്നതിനെ കുറിച്ചാണ്, അല്ലേ? അതെ, അതോടെ ആ ഒരു ചട്ടക്കൂട് പൂർണ്ണമായി. അപ്പോ ചുരുക്കി പറഞ്ഞാല് കഴിവ് എന്ന ആശയം ജീവിതത്തെ കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് തരുന്നു. അതെ. പക്ഷെ ഫോക്കസ് എന്ന ചട്ടക്കൂട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ഒരു ടൂൾ കിറ്റ് പോലെയാണ്. എല്ലാം തുടങ്ങുന്നത് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരൊറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നതിലാണ്. പോകുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം. പറയൂ. ഈ രേഖകളിൽ പറയുന്ന ഒരു കൗതുകകരമായ ആശയം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓ, കൊള്ളാം. അങ്ങനെ ഒന്ന് നിങ്ങളുടെ ജോലിയെയും ജീവിതത്തെയും എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.